നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. ഇന്നത്തെ റബ്ബർ വിലകളാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് 22/8/2026 ശനിയാഴ്ചത്തെ റബ്ബർ വിലകൾ. റബ്ബർ വിലകൾ എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് തന്നെ മുടങ്ങാതെ കൃത്യസമയത്ത് തന്നെ ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കൃത്യമായി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സ്ലോട്ടർ മരം ടാപ്പിംഗ് ചെയ്യുന്ന മരത്തിന് ഏത് വളമാണ് ഇടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ഫാക്ടം ബോസും പൊട്ടാഷ്യം യൂറിയയും കൂടെ മിക്സ് ചെയ്തിടുക. പാല് കൂടിയെന്ന് പരാതി പിന്നെ പറയരുത്, പാൽ ഇരട്ടിപ്പാലാകും. അപ്പോൾ 3 ഒഴിച്ചിടുക. 3 കിലോ ഫാക്ടം ബോസിൻ്റെ അകത്ത് 1 കിലോ പൊട്ടാഷ്യം 1 കിലോ യൂറിയയും കൂടെ ചേർത്തിട്ട് നോക്കൂ. ഒറ്റപ്പെട്ട വെട്ടുന്ന മരത്തിന് യാതൊരു കാരണവശാലും ഇതിടരുത്. കൂടുതൽ പാല് ഇറങ്ങി മരം ഉണങ്ങിപ്പോകുന്നതിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ ഷോർട്ടർ മരം മുറിക്കാൻ പോകുന്നതുകൊണ്ട് പിന്നെ അത്ര പ്രശ്നമില്ല. വേറെ ആൾ ചോദിക്കുന്നു, എന്നും ഒരു സോമൻ കാരാട്. പക്ഷേ ഈ സോമൻ കാരാട് നമ്മുടെ ഈ റബ്ബർ വില പറയാൻ തുടങ്ങിയ കാലം മുതലേ നമ്മളെ വളരെയേറെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അന്ന് മുതലേ അദ്ദേഹം കമൻറ്റ് ഇടുന്നുണ്ട്, ലൈക്കും ചെയ്യുന്നുണ്ട്. എന്നെ സഹായിക്കുന്ന ആരായാലും ഒരിക്കലും എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണെന്ന് സോമൻ കാരാട് അറിയിച്ചിട്ടുണ്ട്. സോമൻ കാരാട് ഇന്ന് വളരെയേറെ സന്തോഷത്തിലാണ് കമൻറ്റ് ഇട്ടിരിക്കുന്നത്. അഷ്റഫ് അരീക്കോട് ഇന്നലെ റബ്ബർ വില കൂടിയതിൽ, ലാറ്റിക്സ് വില കൂടിയതിൽ വളരെ സന്തോഷത്തിലാണ്. സെപ്റ്റംബർ മാസം ഏത് വളമാണ് ഇടേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഇടുന്ന വളം തന്നെ ഇട്ടാൽ മതിയായിരിക്കും. അപ്പോൾ ചിലർ ഇങ്ങനെ ഇടുന്ന കാണാം, ആദ്യം ഒരു രാസവളം ഇട്ടിട്ട് പിന്നെ ജൈവവളം ഇടുന്നത് കാണാം. അങ്ങനെയും ചെയ്യുന്നത് കുഴപ്പമില്ല. സുനിൽകുമാർ പറയുന്നത്, ഞാൻ ആദ്യം നോക്കുന്നത് താങ്കളുടെ പോസ്റ്റും കമൻറ്റുമാണ്. വളരെയേറെ സന്തോഷം. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്കൊട്ട് സമയങ്ങളിൽ ഇന്നത്തെ റബ്ബർ വില നോക്കാം. റബ്ബർ ബോർഡ് വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 274 രൂപ, RSS 5-ന് 271 രൂപ, ISNR 20-ക്ക് 252 രൂപ, ലാറ്റക്സ് 60%-ന് 197 രൂപ 60 പൈസ. ഇതാണ് കോട്ടയത്തെ വിലകൾ. ഇനി നമുക്ക് കൊച്ചിയിലെ വിലകൾ നോക്കാം. RSS4 1 കിലോയ്ക്ക് 274 രൂപ, RSS 5-ന് 271 രൂപ. ഇതാണ് കൊച്ചിയിലെ വിലകൾ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് ഇനം ഷീറ്റിൻ്റെ വില നോക്കാം. ലൂസ് 1 കിലോയ്ക്ക് 262 രൂപ, ലോട്ടിന് 252 രൂപ മുതൽ 257 രൂപ വരെ. ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം. 80% DRCL ഒട്ടുപാലിന് 186 രൂപ, 60% DRCL ഒട്ടുപാലിന് 139 രൂപ 50 പൈസ. ഇനി നമുക്ക് ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം. ഫീൽഡ് ലാറ്റക്സ് 277 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ഉള്ള പാലിന് 13,850 രൂപ, 30% DRC ഉള്ളതിന് 16,620 രൂപ, 35% DRC ഉള്ളതിന് 19,390 രൂപ. ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം. വ്യാപാരി വില കോട്ടയം RSS4 1 കിലോയ്ക്ക് 266 രൂപ, RSS 5-ന് 263 രൂപ, ISS 241 രൂപ 50 പൈസ മുതൽ 242 രൂപ വരെയും. ഒട്ടുപാലിൻ്റെ വ്യാപാരി വില 157 രൂപ മുതൽ 173 രൂപ വരെയും. ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ലാറ്റക്സ് 60%-ന് 50 പൈസ വർദ്ധിച്ചു, ലൂസിന് 1 രൂപ വർദ്ധിച്ചു, ലോട്ടിന് 1 രൂപ വർദ്ധിച്ചു. എന്നാൽ ഒട്ടുപാൽ 80% DRCL ഒട്ടുപാലിന് 1 രൂപ കുറഞ്ഞു, 60% DRCL ഒട്ടുപാലിന് 75 പൈസ കുറഞ്ഞു. പിന്നെ റബ്ബറിൻ്റെ വ്യാപാരി വിലയെല്ലാം സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. ലാറ്റക്സിൻ്റെ വിലയും ഇന്നലത്തെ വില തന്നെയാണ്. ഇനി നമുക്ക് കർണാടകയിലെ വില നോക്കാം. RSS 3-ക്ക് 1 കിലോയ്ക്ക് 270 രൂപ 50 പൈസ, RSS 4-ന് 270 രൂപ, 5-ന് 265 രൂപ, ലോട്ടിന് 251 രൂപ, ഒട്ടുപാൽ 170 രൂപ വരെയും. ഇനി നമുക്ക് വിദേശ വില നോക്കാം. ബാങ്കോക്ക് RSS 1 1 കിലോയ്ക്ക് 272 രൂപ 6 പൈസ, RSS 2-ന് 270 രൂപ 32 പൈസ, RSS 3-ക്ക് 268 രൂപ 71 പൈസ, RSS 4-ന് 267 രൂപ 84 പൈസ, RSS 5-ന് 267 രൂപ 40 പൈസ. ഇന്നത്തെ കർണാടകത്തിൽ വില നോക്കി കഴിഞ്ഞാൽ ഇന്നത്തെ വില തന്നെയാണ്. ഇനി വിദേശം നോക്കി കഴിഞ്ഞാൽ വിദേശത്ത് കഴിഞ്ഞ ദിവസം 268 RSS 1-ന്, അത് 272 രൂപയായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയൊരു കുതിച്ചുകയറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വരും ദിവസങ്ങളിലും കേരളത്തിലെ റബ്ബർ വിലയിൽ അത് പ്രതിഫലിച്ചിരുന്നെങ്കിൽ നമുക്ക് ഓണത്തിനോടനുബന്ധിച്ച് എല്ലാ കർഷകർക്കും വളരെയേറെ നല്ലൊരു കാര്യമായിരുന്നു. ഓരോ സ്ഥലത്തെയും ഞാൻ വില പറയുമ്പോഴും വിശദമായിട്ട് പറയാം, വില കുറഞ്ഞോ കൂടിയോ എന്ന് ഞാൻ പറയുന്നുണ്ട്. കേരളത്തിലായാലും കർണാടകത്തിലായാലും വിദേശത്തെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചോദിക്കുന്നുണ്ട്, അപ്പോൾ വില കുറഞ്ഞോ കൂടിയോ എന്ന് വിശദമായിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതിന് പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ഈ വീഡിയോ മൊത്തം കാണുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നിങ്ങൾ എന്താണ് കുറവ് എന്ന് മനസ്സിൽ കാണുന്ന കാര്യം അതിൽ ആ വീഡിയോയ്ക്കുള്ളിൽ കാണും. അത് മുഴുവൻ കണ്ടെങ്കിലല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം. തേങ്ങ 1 കിലോയ്ക്ക് 50 രൂപ മുതൽ 60 രൂപ വരെയും, വെളിച്ചെണ്ണ തയ്യാർ 255 രൂപ, വെളിച്ചെണ്ണ മില്ലിങ് 260 രൂപ, കൊപ്ര എടുത്തപടി 163 രൂപ, അടയ്ക്ക പുതിയ തുരുവിലേക്ക് 360 രൂപ, അടയ്ക്ക പഴയ തുരുവിലേക്ക് 360 രൂപ, കാഞ്ഞിരക്കുരു 1850 രൂപ, കയർ നേരിയത് 5300 രൂപ, ജാതിക തൊണ്ടൻ 320 രൂപ, ജാതിപത്രി ചുവപ്പ് 1400 രൂപ, ജാതിപത്രി ചുവപ്പ് സെക്കൻഡ് 350 രൂപ, ജാതിപത്രി മഞ്ഞ 1600 രൂപ,
ജാതിപത്രി ഫ്ലവർ ചുവപ്പ് 1850 രൂപ മുതൽ 1950 രൂപ വരെയും, ജാതിപത്രി ഫ്ലവർ മഞ്ഞ 2100 രൂപ മുതൽ 2300 രൂപ വരെയും, ഗ്രാമ്പു 875 രൂപ, നാടൻ 980 രൂപ, ജാതിക്ക തൊണ്ടില്ലാതെ പുതിയത് 570 രൂപ മുതൽ 620 രൂപ വരെയും, ജാതിക്ക തൊണ്ടില്ലാതെ പഴയത് 300 രൂപ, സെക്കൻഡ് 160 രൂപ, പിണ്ണാക്ക് എസ്പെല്ലർ 37 രൂപ, റോട്ടറി 38 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 1 കിലോയ്ക്ക് 693 രൂപ, കുരുമുളക് പുതിയത് 1 കിലോയ്ക്ക് 683 രൂപ, കുരുമുളക് ഗാർബിൾഡ് 1 കിലോയ്ക്ക് 713 രൂപ, ചുക്ക് ബെസ്റ്റ് 360 രൂപ, മഞ്ഞൾ സേലം 200 രൂപ, വാഴക്കുളം പൈനാപ്പിൾ പച്ച സ്പെഷ്യൽ ഗ്രേഡ് 53 രൂപ, പച്ച 51 രൂപ, പഴം 60 രൂപ, കാപ്പിപ്പരിപ്പ് കിൻഡൽ 39,100 രൂപ, ഉണ്ടച്ചാക്ക് 54 കിലോ 11,800 രൂപ, കുരുമുളക് വയനാടൻ 695 രൂപ, ചേട്ടൻ 685 രൂപ, ഇഞ്ചിച്ചാക്ക് 60 കിലോ 5,500 രൂപ, ഏലം ഉണക്ക കിലോ 3000 രൂപ മുതൽ 4000 രൂപ വരെ, നെല്ല് കിൻഡൽ 2,600 രൂപ, നേന്ത്രക്കായ കിൻഡൽ 4000 രൂപ, കൊക്കോ ഉണങ്ങിയതിന് 300 രൂപ, കശുവണ്ടി 100 രൂപ മുതൽ 140 രൂപ വരെയും. ഇതാണ് ഇന്നത്തെ വിലകൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാക്കുന്നു. മറ്റൊരു വീഡിയോയോടെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.